നിങ്ങൾ കാണുന്നത് ക്യാരറ്റാണ്. അത് പർപ്പിൾ കളറുണ്ട്, യെല്ലോ കളറുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ക്യാരറ്റിൻ്റെ കളറ് ഇതായിരുന്നു എന്നാണ് പറയണത്. ഈ പർപ്പിൾ അല്ലെങ്കിൽ ഈ പെയിൽ യെല്ലോ ഇത് എയർലൂം വെറൈറ്റിയാണ്. അപ്പോൾ നൂറ്റാണ്ടുകൾക്കോളം ഈ കളറായിരുന്നു. പിന്നെ 17-ാം നൂറ്റാണ്ടിലാണ് ഡച്ചുകാർ സെലക്റ്റീവ് ബ്രീഡിങ് വഴി ഈ ഓറഞ്ച് കളർ ക്യാരറ്റ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയത് തന്നെ ആ കാലഘട്ടത്തിൽ രാജകുമാരനായ വില്യം ഓഫ് ഓറഞ്ചിനെ ഓണർ ചെയ്യാനാണ്, അല്ലെങ്കിൽ ബഹുമാനിക്കാൻ ആയിട്ട് അവരുണ്ടാക്കിയൊരു പരിപാടിയാണ്. പിന്നെ അവരുടെ നാഷണൽ കളർ ഓറഞ്ചാണല്ലോ. അപ്പോൾ ഈ ക്യാരറ്റിന് പർപ്പിൾ കളറാണെങ്കിലും അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈറ്റ് യെല്ലോ ഓറഞ്ച്, അതിൻ്റെ ആ കോറിൻ്റെ അകത്ത് സ്ലൈറ്റ് യെല്ലോ ഓറഞ്ച് കളർ കാണാൻ പറ്റും. പിന്നെ ഇതിൽ പറയാനുള്ളത് പറഞ്ഞാൽ ബ്ലീഡിങ് ഇഫക്റ്റ് ഉണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ചെറിയ പീസൊക്കെ ആക്കിയാലും ആ പർപ്പിൾ കളർ ഇങ്ങനെ പുറത്തേക്ക് വരും. നമ്മൾ കറിയിലും ഒരു ഡള്ളിഷ് ഗ്രേ കളർ വരും. കറി ഉണ്ടാക്കിയാലും മുറിച്ചാലും ചെറിയ കഷ്ണമൊക്കെ ആക്കിയാലും. അപ്പോൾ അത് കാരണം കൂടുതൽ ബേക്ക് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ആ കളർ അങ്ങനെ തന്നെ നിൽക്കും, പുറത്തേക്ക് പോവില്ല. പിന്നെ ആന്തോസൈനൻസ് കൂടുതലായിട്ടുണ്ട്, ഡബിൾ ഡോസ് ഉണ്ടെന്നാണ് പറയുന്നത് ഓറഞ്ച് ക്യാരറ്റിനേക്കാളും. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതിൽ ഒരു പർപ്പിൾ കളർ ഉണ്ടാവും, പിന്നെ ഒരു യെല്ലോ, സ്ലൈറ്റ് യെല്ലോ കളർ ഉണ്ടാവും, പിന്നെ ചെറുതായിട്ടൊരു വൈറ്റ് പോലത്തെ ഷെയ്ഡും ഉണ്ടാവും. ഇത് എയർലൂം വെറൈറ്റിയാണ്. അപ്പോൾ ഇത് മറ്റേ ജനറ്റിക് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനോ അതൊന്നും നടക്കാത്തൊരു വെറൈറ്റിയാണ് ഈ പർപ്പിളും ഈ കളർ എന്നാണ് പറയണം. അപ്പോൾ ഇത് ഫാർമേഴ്സ് മാർക്കറ്റിലൊക്കെ നേരിട്ട് കിട്ടും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ബീഹാർ ആ പ്രദേശങ്ങളിലൊക്കെ ഇത് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ കഷ്ണം അല്ലെങ്കിൽ ചിരണ്ടി കഴിഞ്ഞാൽ ഇത് ബീട്രൂട്ട് പോലെ തന്നെ ഇരിക്കും. പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സ്ക്രാച്ച് മറ്റേ ചിരണ്ടി കഴിഞ്ഞാൽ തേങ്ങ പോലെയൊക്കെ ചിരണ്ടി കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഇനി കൂടുതൽ അറിയാവുന്നവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഹെൽത്ത് ബെനിഫിറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം.